الحمد لله الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهدي الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا عبده ورسوله ليظهره على الدين كله ولو كره المشركون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. ما شاء الله كان ما شاء الله كان ما شاء الله كان وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي العظيم. لا حول ولا قوة إلا بالله العلي العظيم. لا حول ولا قوة إلا بالله العلي العظيم. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي كالتي هيلتي أدركني يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي كالتي هيلتي أدركني يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي كالتي هيلتي أدركني يا رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين. സ്നേഹാദരണീയരായ സാദാത്തുക്കളെ, ശബ്ദം ശപിക്കുന്ന ഉലമാക്കളെ, മുത്തഅല്ലിം സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മൾ ആരംഭിച്ചിരിക്കുന്ന ഈ മഹത്തായ സംരംഭം അള്ളാഹുവിൻ്റെ പ്രകാശമാകുന്ന ഇൽമ് അത് നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിപ്പിക്കപ്പെടുന്നതിനും സ്വയം ദീനിൽ അടിയുറച്ച് പ്രാപ്തരാകുന്നതിനും പ്രവർത്തിക്കുവാൻ അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാരാവട്ടെ. അഭിയന്യനായ ഉസ്താദ് ജൗഹറുൽ അൻവാർ അബ്ദുൽ നാസർ മഅ്ദനി ഉസ്താദ് കഴിഞ്ഞ കുറേ കാലങ്ങളായി ആശുപത്രിയിലാണ്. സർജറിക്ക് ശേഷമുള്ള ആരോഗ്യം വളരെയധികം പ്രയാസത്തിൽ നീങ്ങുന്ന ഈ സാഹചര്യത്തിൽ പരിപൂർണമായ ആഫിയത്തും ദീർഘായുസ്സും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാരാവട്ടെ. ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്ക് അള്ളാഹു പരിപൂർണ സംരക്ഷണം കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ. വിശിഷ്യ ഗസയിലെ ഫിലിസ്തീനിന്റെ മണൽത്തരികളിൽ പ്രയാസമനുഭവിക്കുന്ന പോരാടുന്ന ഉമ്മത്തിന് അള്ളാഹു പരിപൂർണമായ ഇസ്സത്തും സംരക്ഷണവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാരാവട്ടെ. പരിശുദ്ധ ഖുദ്സിന്റെ മോചനം കാണാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാരാവട്ടെ.
നമ്മുടെ ഇന്നത്തെ ഈ മഹത്താകുന്ന പരിപാടിയിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അസ്മാഉൽ ബദ്ർ ചൊല്ലി മഹത്താകുന്ന പ്രാർത്ഥനയോടുകൂടെ അവസാനിപ്പിക്കുന്ന നമ്മുടെ ഈ ഇൽമിന്റെ മജ്ലിസ് മഹാനായ വിശ്വഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മൂത്ത പുത്രി സൈനബ റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം ബർക്കത്തിന് വേണ്ടി പ്രതിപാദിച്ചുകൊണ്ട് അല്ലാഹു അത് പ്രതിപാദിക്കാൻ നമുക്ക് തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാരാവട്ടെ. ഇൻഷാ അല്ലാഹ് ആ രീതിയിൽ അവസാനിപ്പിക്കാം. നമുക്കറിയും വിശ്വവിമോചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവിയെ വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന അവിടത്തെ 25 വയസ്സ് പ്രായമുള്ള ഘട്ടത്തിൽ ഏറ്റവും വലിയ സമ്പന്നയായ പരിശുദ്ധ മക്കയിലെ ഏറ്റവും കുലീന കുടുംബത്തിൽപ്പെട്ട ഖദീജ ബീവിയെ നിക്കാഹ് കഴിക്കുകയും ഖദീജ ബീവിയിലുള്ള മൂത്ത പുത്രിയായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 30ാമത്തെ വയസ്സിൽ ജനിച്ച ബീബി സൈനബ റളിയല്ലാഹു തആല അൻഹ അവിടത്തെയുടെ ചരിത്രം വലിയ ഏടുകളിൽ ചർച്ച ചെയ്യപ്പെട്ട പണ്ഡിതന്മാർ അവരുടെ ദർശനത്തിൽ നിന്നും നൽകിയത് ലഭിച്ചവർ പരാമർശിക്കാറുണ്ട് എന്നല്ലാതെ ദീർഘനാൾ ചരിത്രങ്ങൾ ഹൃദയത്തിന്റെ അന്തരങ്ങളിലേക്ക് എത്തുന്ന രീതിയിലുള്ള അവസ്ഥയിൽ പ്രതിപാദിക്കാറില്ല. സ്വാഭാവികമായും ബാക്കിയുള്ള കുടുംബാംഗങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഏറ്റവും കൂടുതൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ ഏറെ പ്രയാസങ്ങൾ അനുഭവിച്ച, ദീനുൽ ഇസ്ലാമിന് വേണ്ടി ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച, പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടേണ്ടി വന്ന മകൾ ബഹുമാനപ്പെട്ട ബീബി സൈനബ റളിയല്ലാഹു തആല അൻഹയാണ്. ഫാത്തിമ ബീവിയേക്കാൾ കൂടുതൽ ഫാത്തിമത്തു സഹറ റളിയല്ലാഹു തആല അൻഹ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തണലിലും ഖദീജത്തുൽ കുബ്രയുടെ തണലിലും അലിയുൽ മുർത്തദയുടെ തണലിലുമാണ് അവിടുന്ന് കഴിയേണ്ടി വന്നിരുന്നത്. എന്നാൽ സൈനബ് റളിയല്ലാഹു തആല അൻഹ പരിശുദ്ധ മതം ഇസ്ലാം 1-ാം തീയതി സ്വീകരിച്ചവരാണ്. അതായത് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ എന്നാണോ ഇസ്ലാം സ്വീകരിക്കുന്നത്, ആശ്ലേഷിക്കുന്നത്, അന്ന് ചെറിയ കുട്ടിയായിരുന്ന ബഹുമാനപ്പെട്ട ബീബി സൈനബ റളിയല്ലാഹു തആല അൻഹ ഇസ്ലാം മതം സ്വീകരിക്കുന്നു. ഖദീജ ബീവിയുടെ സഹോദരിയായ ഹാല, അവരുടെ പ്രിയപ്പെട്ട മകൻ അബുൽ ആസ് എന്നവരെ വലിയ സമ്പന്നരാണ്. തന്റെ മകൾക്ക് കല്യാണം ആലോചിച്ച് അവിടുന്ന് അന്നത്തെ സമ്പ്രദായം അനുസരിച്ച് വൈവാഹിക ജീവിതത്തിലേക്ക് നൽകുന്നതിന് വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അന്വേഷിക്കുമ്പോൾ നുബുവത്തിന് മുമ്പാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് സമ്മതിക്കുന്നു. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ബഹുമാനപ്പെട്ട ബീവി സൈനബ റളിയല്ലാഹു തആല അൻഹയെ, പ്രിയപ്പെട്ട സൈനബ് റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് അബുൽ ആസിനെ പരിചയപ്പെടുത്തുമ്പോൾ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുമതി നൽകുമ്പോൾ അന്ന് മുസ്ലിമീങ്ങൾ, അതായത് മോമിനീങ്ങളല്ലാത്തവരെ നിക്കാഹ് കഴിക്കാൻ പാടില്ല എന്നുള്ള നിയമം വന്നിരുന്നില്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിച്ചിരുന്ന ബഹുമാനപ്പെട്ട സൈനബ റളിയല്ലാഹു തആല അൻഹ ഖദീജത്തുൽ കുബ്രയുടെ നല്ല രീതിയിലുള്ള ശിക്ഷണത്തിൽ കഴിയുകയാണ്. ചുരുക്കി പറഞ്ഞാൽ സൈനബിനെ ബഹുമാനപ്പെട്ട അബുൽ ആസ്
കല്യാണം കഴിച്ചു, കുടുംബത്തോടൊപ്പം കഴിയുന്നു. അബുൽ ആസ് ആണെങ്കിൽ മുശ്രിക്കാണ്, മുഅ്മിനല്ല. ബഹുമാനപ്പെട്ട ബീബി സൈനബ് റളിയല്ലാഹു തആല അൻഹ ഖദീജത്തുൽ കുബ്രയോടൊപ്പം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാം മതത്തിലെ സ്വീകരിച്ചിരിക്കുന്നു. വളരെ നേരത്തെ അവിടുത്തെ 40-ാമത്തെ വയസ്സില് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ മതം ഇസ്ലാമിന്റെ പ്രചരണവുമായിട്ട് രംഗത്തിറങ്ങിയപ്പോൾ, അരങ്ങ് തകർക്കുമ്പോൾ ഖദീജത്തുൽ കുബ്രയോടൊപ്പം അത് സ്വീകരിച്ച സൈനബ റളിയല്ലാഹു അൻഹയാണ് പിന്നീട് അബുൽ ആസിന്റെ പത്നിയായി കഴിയേണ്ടി വന്നത്. അബുൽ ആസിന്റെ പത്നിയായി കഴിയേണ്ടി വന്ന ഘട്ടത്തില് അബുൽ ആസിൽ ഉണ്ടായ മകൾ ഉമാമയോടൊപ്പം കഴിയുമ്പോൾ അന്ന് നമസ്കാരം നിർബന്ധമായിരുന്നില്ല. എന്നാലും ഈ ശൈലിയിലുള്ള നിസ്കാരമല്ല എങ്കിലും ഖദീജ ബീവിയോടൊപ്പം വല്ലപ്പോഴും 2 റക്അത്ത് സുന്നത്ത് നമസ്കാരമൊക്കെ നിസ്കരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. അള്ളാഹുവിന്റെ ഹബീബ് ഇബാദത്തുകൾ നിർവഹിക്കുമ്പോ അങ്ങനെ നിർവഹിക്കുന്ന അവസ്ഥയിലാണ് അബുൽ ആസിനോടൊപ്പം കഴിയുന്നത്. എന്നാൽ അബുൽ ആസിന് ദീനുമായിട്ട്, അതല്ലെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന മതവുമായിട്ടൊരു ബന്ധവുമില്ല. ഒട്ടും അതിനെ അംഗീകരിക്കുന്ന അവസ്ഥയിലുമല്ല. ഇങ്ങനെ പ്രയാസങ്ങളേറെ അനുഭവിക്കപ്പെടേണ്ടി വന്ന ഘട്ടങ്ങൾ പലപ്പോഴും സൈനബ് റളിയല്ലാഹു തആല അൻഹയ്ക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ അബുൽ ആസ് നല്ല ഒരു മനുഷ്യനായിരുന്നു. ഒരിക്കലും ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ പേരിൽ തന്റെ ഭാര്യയെ ആക്രോശിക്കുവാനോ ആ മതത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാനോ ബഹുമാനപ്പെട്ട ബീബി സൈനബ് റളിയല്ലാഹു തആല അൻഹയെ വ്യതിചലിപ്പിക്കാൻ ഒരിക്കലും തയ്യാറായിരുന്നില്ല. ബഹുമാനപ്പെട്ട അബുൽ ആസ് സൈനബ് റളിയല്ലാഹു തആല അൻഹ ജീവിതത്തിൽ അനുഭവിച്ച യാതനകൾ, വേദനകൾ, പ്രയാസങ്ങൾ ഒരുപാട് ചരിത്രകാരന്മാർ പല രീതിയിലും വിശദീകരിച്ചിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ സൈനബ് റളിയല്ലാഹു തആല അൻഹ അനുഭവിച്ച ആ സംഭവങ്ങളെ കുറിച്ച് ചരിത്രത്തില് നമുക്ക് ഒരു 10-15 മിനിറ്റ് കൊണ്ട് പ്രതിപാദിച്ച് തീർക്കാൻ കഴിഞ്ഞേക്കാം. വർഷങ്ങളോളം വേദനകൾ അനുഭവിച്ച ബഹുമാനപ്പെട്ട ബീവിയുടെ ചരിത്രത്തെ പറ്റി ഒരുപാട് ചരിത്രകാരന്മാർ പല രീതിയിലും വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, യാ ഹബീബല്ലാഹ്, ഞാൻ ബഹുമാനപ്പെട്ട അബുൽ ആസിനെ കല്യാണം കഴിച്ച് അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തില് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമാണ് നബിയേ. ഞാൻ ബന്ധം വിച്ഛേദിക്കേണ്ടതുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, പൊന്നാര മകളെ, നിങ്ങൾ അബുൽ ആസിനോടൊപ്പം കഴിയുമ്പോ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ വരുന്ന ഘട്ടങ്ങളിൽ, അതല്ലെങ്കിൽ നിങ്ങൾ പരിശുദ്ധമാകുന്ന മതം ഞാനുമായിട്ട് വിശ്വസിച്ചതിന്റെ പേരിൽ അബുൽ ആസ് ആക്രമിക്കാറുണ്ടോ, ബുദ്ധിമുട്ടിക്കാറുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ പറയുന്നു, ഇല്ല യാ റസൂലല്ലാഹ്, അങ്ങനെ ഒരു പ്രയാസവും എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. അബുൽ ആസിനോടൊപ്പം നിങ്ങൾ ജീവിതം കഴിച്ചു കൂട്ടുക. പ്രിയപ്പെട്ട പൊന്നുമകൾ ഉമാമയുണ്ട്. അങ്ങനെ ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശപ്രകാരം അവിടെ നിന്നിച്ച് ബഹുമാനപ്പെട്ട അബുൽ ആസിനോടൊപ്പം സൈനബ് റളിയല്ലാഹു തആല അൻഹ കഴിച്ചുകൂടുകയാണ്. സൈനബ് റളിയല്ലാഹു തആല അൻഹ വേദനയോടെ, പ്രയാസത്തോടുകൂടെ പലപ്പോഴും ഒരിക്കലും പ്രവാചകരോടൊപ്പം ദീനിന് വേണ്ടിയിട്ടുള്ള പ്രബോധന രംഗത്ത് പരസ്യമായിട്ട് പ്രതിപാദിക്കുവാനുള്ള ഒരു അവസരമില്ലാതെ വേദന അനുഭവിക്കുമ്പോൾ
അള്ളാഹുവിന്റെ ഹബീബ് തന്റെ മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തതാണ്. വിട്ടേക്കുക, നീ മുസ്ലിം അല്ലെങ്കിൽ നീ ഒഴിവാക്കുക എന്ന് പറയുവാനുള്ള നിർദ്ദേശം വന്നിട്ടില്ല. അങ്ങനെ ഒരു അനുമതിയും അള്ളാഹുവിൽ നിന്ന് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പാരമ്പര്യം മക്കക്കാർക്കിടയിൽ ഇല്ലതാനും അവരുടെ വിശ്വാസത്തിൽ പെടാത്ത ആളാണ് എന്നുള്ളത് കൊണ്ട് ബന്ധം വിച്ഛേദിക്കപ്പെടാനുള്ള നിർദ്ദേശമില്ല. പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തിയതുമില്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബ ശരീഫിന്റെ അടുത്ത് നൂറുകണക്കിന് പ്രഭാഷണങ്ങൾ നടത്തുന്നു. എന്നാൽ ഈ പ്രഭാഷണങ്ങളിൽ നിന്ന് ഒന്നും തന്നെ ബഹുമാനപ്പെട്ട സൈനബ് ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഭർത്താവാകുന്ന അബുൽ ആസ് എന്ന വലിയ സമ്പന്നനായ ചെറുപ്പക്കാരന്റെ ഹൃദയത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ സൈനബ് റളിയല്ലാഹു അൻഹ വളരെയധികം പ്രയാസത്തിലാണ്. ഈ പ്രയാസത്തെ കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടത്തെയുടെ പ്രിയപ്പെട്ട മകളും അനുഭവിക്കുന്ന പ്രയാസത്തെ കുറിച്ച് ഒരുപാട് ചരിത്രകാരന്മാര് പറഞ്ഞു. അതാനില്ലദീ ലാ യഖ്ദിറുൻ നാസു ഖദ്റഹു ലിദൈനാബി ഫീഹിം മിൻ നുഖൂകിൻ വമഅ്സമി വഇഖ്റാജു ഹാലൻ യുഖ്ദ ഫീഹാ മുഹമ്മദു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സൈനബ് ബീവി റളിയല്ലാഹു തആല അൻഹയും അനുഭവിക്കേണ്ടി വന്ന വേദന ഒരു മതത്തിൽപ്പെട്ടവരല്ല, ചുരുക്കി പറഞ്ഞാൽ മുശ്രിക്കായ ആളിനെ നിക്കാഹ് കഴിച്ച് കല്യാണം കഴിച്ച് വൈവാഹിക ജീവിതത്തിൽ ജീവിക്കേണ്ടി വന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളുടെ ചരിത്രമാണ് നമ്മൾ പ്രതിപാദിക്കുന്നത്. എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ഈ ചരിത്രം മാറ്റമുണ്ടാക്കേണ്ടതാണ്. അബുൽ ആസ് ഉമാമയുടെ പ്രിയപ്പെട്ട പിതാവാണ്. ഇങ്ങനെ പിതാവിന് ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹു തആല അൻഹയോടൊപ്പം കഴിയുമ്പോഴാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീനിന്റെ പ്രബോധനം നടത്തി അവസാനം മക്കയിൽ ഇസ്ലാമിന്റെ പ്രബോധനം ദുഷ്കരമാവുകയാ. പരിശുദ്ധമാകുന്ന മക്കത്തുൽ മുക്കറമയോട് വിട പറയാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബാലയത്തിന്റെ അരികിലേക്ക് എത്തുകയാണ്. കഅബയുടെ ഭിത്തി പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ ഭവനമേ, വിശുദ്ധിയുടെ ദേഹമേ, അല്ലാഹു ഏകനാണെന്ന് പറഞ്ഞു പോയതിന്റെ പേരിൽ ഈ ഭവനത്തോട് എനിക്ക് വിട പറയേണ്ടി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഭവനമേ, അല്ലാഹു ഏകനാണ് എന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ട് അല്ലാഹുവിന്റെ വഹദാനിയത്തിലേക്ക് തൗഹീദിലേക്ക് ആളെ ക്ഷണിച്ചതുകൊണ്ട് എനിക്ക് നിന്നോട് വിട പറയേണ്ടി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ മക്കയിൽ നിന്നും വിട പറഞ്ഞുകൊണ്ട് മദീനയിലേക്ക് യാത്ര പോകുന്നു. ആദ്യം മസ്രിബിലേക്കും ആദ്യം ഷാമിലേക്കും മക്കത്തുൽ മുക്കറമയിലേക്കും പോകേണ്ടവരെ എന്ന ഹിജ്റ പോകാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തയ്യാറാവുന്നു. ഹിജ്റ ആരംഭിക്കുന്നതിന് മുമ്പ് തന്റെ മകളെ ഒന്ന് കാണാൻ സൈനബ് റളിയല്ലാഹു തആല അൻഹയെ കാണാൻ വേണ്ടി അവിടെ എത്തുന്നു. ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമകൾ പിതാവിനോടൊപ്പം പോകണമെന്നുണ്ട്. ഭർത്താവിന്റെ അനുമതിയില്ലാതെ പോകാൻ കഴിയില്ല. ഭർത്താവിനെ വിട്ടേച്ച് പോകാൻ ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിക്കുന്നുമില്ല. മകളും പ്രിയപ്പെട്ട ഭർത്താവുമൊത്ത് കഴിയുന്ന സൈനബിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അബുൽ ആസ് ഒരിക്കലും ഇസ്ലാം മതം സ്വീകരിച്ചതുമില്ല. ആകെ പ്രയാസത്തിലായി വല്ലാത്ത വേർപാടാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൈനബിനെ വേർതിരിയുമ്പോൾ സൈനബ് റളിയല്ലാഹു തആല അൻഹ കഴിഞ്ഞുകൂടുന്നത് ഒരു മുശ്രിക്കിന്റെ വീട്ടിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രയാസപ്പെടുന്നു. എന്നാൽ അള്ളാഹുവിന്റെ വിധിയാണ്. ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര ചെയ്യുകയാണ്. യാത്ര ഒരു കാരണവശാലും സൈനബിന് വേണ്ടിയിട്ട് അവസാനിപ്പിക്കുവാൻ വേണ്ടി കഴിയുന്നതുമല്ല. സൈനബ് ബീവി റളിയല്ലാഹു തആല അൻഹ പൊട്ടിക്കരയുന്നു. ആ രംഗം ചരിത്രകാരന്മാര് പറയുന്നു. ഒരുപാട് കവികൾ ഞാൻ ഈ പറഞ്ഞതുപോലെ കവിതാ സമാഹാരങ്ങൾ റെഡിയാക്കിക്കൊണ്ട് തയ്യാറാക്കിക്കൊണ്ട് ആ സംഭവത്തെ പിൽക്കാലത്ത് വിശദീകരിക്കുകയുണ്ടായി. ഏതായാലും ഇരിക്കട്ടെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെത്തി.
മദീനയിലെത്തി. അവിടെ അൻസാറുകൾ സ്വീകരിച്ചു. പ്രവാചകരോടൊപ്പമുള്ള മുഹാജിറുകൾ ഉൾപ്പെടെ മദീനയിൽ ജീവിതം കഴിച്ചു കൂട്ടുമ്പോൾ 2 വർഷത്തോളമായി ഹിജറയുടെ 2-ാം വർഷം ബദ്ർ യുദ്ധം നടക്കുന്ന സമയം സൈനബ് റളിയല്ലാഹു തആല അൻഹ മുശ്രിക്കായ തന്റെ ഭർത്താവിനോടൊപ്പം മക്കയിൽ കഴിഞ്ഞുകൂടുകയാണ്. മക്കയിൽ കഴിഞ്ഞുകൂടുമ്പോൾ തന്റെ മുശ്രിക്കായ ഭർത്താവിന്റെ അടുത്തേക്ക് ഒരു ദിവസം വരുന്നു അബൂജഹൽ വന്നിട്ട് പറയുന്നു, അബുൽ ആസേ, നിങ്ങളുടെ ഭാര്യ സൈനബിന്റെ പിതാവ് മുഹമ്മദുമായിട്ട് നമ്മൾ ഏറ്റുമുട്ടാൻ തയ്യാറാവുകയാണ്. ബദറിലേക്ക് ചെല്ലേണ്ടതുണ്ട്. നിങ്ങളിലുള്ള ഒട്ടകങ്ങളും സമ്പത്തും അതുപോലെ കുതിരകളും അതുപോലെ അന്നപാനീയങ്ങൾ ഉൾപ്പെടെയുള്ള ഭക്ഷണധാന്യങ്ങളെല്ലാം റെഡിയാക്കി നിങ്ങൾ യുദ്ധത്തിന് നമ്മളോടൊപ്പം മക്കക്കാരോടൊപ്പം ചേരണമെന്ന് പറയുന്നു. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും അങ്ങനെ ഒരുപാട് പേര് മനസ്സില്ലാ മനസ്സോടെ ഖുറൈശികൾ യുദ്ധത്തിൽ പങ്കെടുത്തവരുണ്ട്. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും അബുൽ ആസ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പ്രത്യേക വിയോജിപ്പുകളില്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടുകൂടാത്ത ആളല്ല. എന്നാൽ ഇസ്ലാം മതത്തിന്റെ ആ നൂറ്, ആ പ്രകാശം, അള്ളാഹുവിന്റെ ഹിദായത്ത് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ചരിത്രകാരന്മാര് പറഞ്ഞത്, ഒരുപാട് ചരിത്രകാരന്മാർ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുഭവിച്ച പ്രയാസത്തെ, അന്നത്തെ സംവിധാനം അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇല്ല അന്ന റസൂലുള്ളാഹി കാന ലാ യഖ്ദിറു അൻ യുഫർരിക ബൈനഹുമാ. ബഹുമാനപ്പെട്ട ബീവി സൈനബ് റളിയല്ലാഹു തആല അൻഹയുമായിട്ടുള്ള ബന്ധത്തെ വേർതിരിപ്പിക്കുവാൻ വേണ്ടി കഴിയാതെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോയി. അവിടുന്ന് യുദ്ധം നടക്കുന്ന ഘട്ടത്തില് ആ യുദ്ധത്തിന്റെ പോർക്കളത്തിലേക്ക് സൈനബിന്റെ വീട്ടിൽ നിന്ന്, സ്വന്തം മകളുടെ വീട്ടിൽ നിന്ന് അവിടത്തെയുടെ പുതിയാപ്ല എല്ലാം റെഡിയായി മക്കയിലേക്ക് ചെല്ലുകയാണ്. മക്കയുടെ ബദറിന്റെ പോർക്കളത്തിലേക്ക്. ഈ അവസ്ഥ സൈനബ് റളിയല്ലാഹു തആല അൻഹയെ വളരെയധികം വേദനിപ്പിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2 വർഷത്തോളം മദീനയുടെ മണൽത്തരികളിൽ പ്രയാസങ്ങളേറെ അനുഭവിച്ചു, ബുദ്ധിമുട്ടുകളേറെ അനുഭവിച്ചു. പിറന്നു വീണ നാട്ടിൽ നിന്ന് രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ അവിടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പോയി നാട് കടത്തപ്പെട്ട അവസ്ഥയിലായിരിക്കുമ്പോഴും ശത്രുക്കളാകുന്ന ഖുറൈശികൾ വീണ്ടും സമ്മതിക്കുന്നില്ല. മുഹാജിറുകളുടെ സ്വത്തുകൾ മുഴുവനും കൊള്ളയടിച്ചുകൊണ്ട് അവരെ നാട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കിയിട്ട് വീണ്ടും അവർക്കെതിരെ ശക്തമായ രീതിയിൽ പൊരുതുവാൻ അബൂജഹൽ തയ്യാറെടുപ്പ് നടത്തുമ്പോൾ അബൂജഹലിന്റെ കൂടെയുണ്ട് സൈനബ് റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട ഭർത്താവ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടി ഉമാമ റളിയല്ലാഹു തആല അൻഹയുടെ പ്രിയപ്പെട്ട പിതാവ്, അതേ സൈനബിന്റെ ഭർത്താവ്, പ്രവാചകരുടെ മരുമകൻ അബുൽ ആസ്. അങ്ങനെ പോർക്കളത്തിലേക്ക് ചെല്ലുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വിശദീകരിക്കേണ്ടത് യുദ്ധമല്ലാത്തത് കൊണ്ട് അവിടത്തേക്ക് കടക്കുന്നില്ല. 70ഓളം ആളുകൾ യുദ്ധത്തിന്റെ പോർക്കളത്തിലെ കൊല്ലപ്പെടുകയാണ് ശത്രുപക്ഷത്തിൽ നിന്ന്. 70ഓളം ആളുകൾ ശത്രുപക്ഷത്തിൽ നിന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പട്ടാളക്കാർ അവരെ ബന്ദികളാക്കി പ്രവാചകന്റെ ഹളറത്തിലേക്ക് ഹാജരാക്കപ്പെടുന്നു. പ്രവാചകർ യുദ്ധത്തിന്റെ പോർക്കളത്തിലേക്ക് ചെല്ലുമ്പോൾ പതുക്കെ പറഞ്ഞ കുറെ ആളുകളുണ്ട്. അതിൽ ഒരാളാണ് അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു. പിൽക്കാലത്ത് ഇസ്ലാം മതം സ്വീകരിച്ച ദീനുമായിട്ടുള്ള മാനസിക അടുപ്പം തുടക്കത്തിലേ ഉണ്ടായിരുന്നെങ്കിലും ഉത്ബത്തിന്റെയും ശൈബത്തിന്റെയും അബൂജഹലിന്റെയും ഉമയ്യത്തിന്റെയും എല്ലാം കിങ്കരന്മാരായ ആളുകൾക്കിടയിൽ വരേണ്യവർഗത്തിൽ, അതല്ലെങ്കിൽ ഖുറൈശി തലവനായിരുന്ന അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഉൾപ്പെടെയുള്ള ആളുകൾ ഇസ്ലാം മതം ആശ്ലേഷിച്ചിരുന്നില്ല. അവരെല്ലാം ബന്ദികളായി പ്രവാചകന്റെ ഹളറത്തില് ഹാജരാക്കപ്പെടുകയാണ്. ഈ രംഗം വളരെയധികം പ്രയാസമുള്ള രംഗമാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലെ ഹാജരാക്കപ്പെടുന്ന കൂട്ടത്തിലെ ബന്ദികളായ ആളുടെ കൂട്ടത്തിൽ പ്രിയപ്പെട്ട മകൾ സൈനബ റളിയല്ലാഹു തആല അൻഹയുടെ പ്രിയപ്പെട്ട ഭർത്താവുണ്ട്. എല്ലാവരെയും ബന്ദികളാക്കി പിടിക്കപ്പെട്ടിരിക്കുകയാണ്. യുദ്ധത്തടവുകാരായ ആളുകൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹളറത്തിലേക്ക് ഹാജരാക്കപ്പെടുമ്പോൾ ഓരോരുത്തരെയും പ്രവാചകർ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കുകയാണ്. ഓരോ ആളുകൾക്കും നിശ്ചിത തുക നിശ്ചയിക്കുകയാണ്. അതിൽ വിദ്യാസമ്പന്നരായ ആളുകളെ മാറ്റി നിർത്തുകയാണ്. എന്നിട്ട് അവരോട് പറയുന്ന പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നിങ്ങൾ ഇവിടെ അറബി നന്നായിട്ട് എഴുതാനും വായിക്കാനും അറിയാത്ത ആളുകളുണ്ട്. അവർക്ക് എഴുതാനും വായിക്കാനും മുഹാജിറുകൾക്കും അൻസാരികൾക്കും നിങ്ങൾ സഹായിക്കണം. അവർ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മോചിതരാകാം. യുദ്ധത്തടവുകാരെ മോചിപ്പിക്കുന്നതിന് വേണ്ടി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്ത ഒരു തീരുമാനമാണ്. രണ്ടാമത് സമ്പത്തുള്ളവർ, പൈസയുള്ളവർ, അവർ എല്ലാവരും പൈസ നൽകണം. കാരണം മുഹാജിറുകളുടെ സ്വത്തുക്കളാണ് പരമാവധി മക്കക്കാരുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. അബൂജഹൽ കൊല്ലപ്പെട്ടു, ഉത്ബത്ത് കൊല്ലപ്പെട്ടു, ശൈബത്ത് കൊല്ലപ്പെട്ടു. അങ്ങനെ വലിയ വലിയ രാജാക്കന്മാരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രയാസപ്പെടുത്തിയ ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പിടിക്കപ്പെട്ട ആളുകൾ, യുദ്ധത്തടവുകാരായി കൊണ്ടുവന്നിട്ടുള്ള ആളുകളിൽ ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹു തആല അൻഹയുടെ പ്രിയപ്പെട്ട ഭർത്താവ് അബുൽ ആസുമുണ്ട്. അബുൽ ആസിനെ സംബന്ധിച്ചിടത്തോളം കണക്ക് കൂട്ടി പ്രവാചകൻ വലിയ ഒരു പൈസ കൊടുക്കണം, സമ്പത്ത് കൊടുക്കണം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അബുൽ ആസും മോചനദ്രവ്യം നൽകിയേ മതിയാകൂ. ഇസ്ലാമിന്റെ വിധിയാണ്, യുദ്ധത്തിന്റെ അന്നത്തെ വിധിയാണ്. ആ മോചനം ദ്രവ്യം നൽകുന്നതിന് വേണ്ടി ആളെ അയക്കുന്നു മക്കയിലേക്ക്. എല്ലാവരും മക്കയിലേക്ക് ദൂതന്മാരെ അയച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ, സമ്പന്നരായ ആളുകൾ, 70ഓളം വരുന്ന ആളുകളിൽ ആരൊക്കെയാണോ മോചനദ്രവ്യം നൽകാൻ വേണ്ടിയിട്ട് ഉത്തരവിട്ടിരിക്കുന്നത് അവർക്കൊക്കെയും മോചനദ്രവ്യം നൽകുന്നതിന് വേണ്ടിയിട്ട് ആളെ മക്കയിലേക്ക് അയച്ചിട്ടുണ്ട്. സൈനബിന്റെ അരികിലേക്ക് എത്തിയാൽ, അതേ അബുൽ ആസ് കൊല്ലപ്പെട്ടിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ അനുയായികളും പരിശുദ്ധ ഇസ്ലാമും വിജയിച്ചിട്ടുണ്ട്. സൈനബ് സന്തുഷ്ടയാണ്. എന്റെ പിതാവിന്റെ മതം, എന്റെ മതം, ഞാൻ ആശ്ലേഷിച്ച മതം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അതേ ദിവസം ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ ഇസ്ലാം മതം സ്വീകരിച്ച അന്നത്തെ ദിവസം തന്നെ ഞാനും ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. എന്റെ മതം വലിയ രീതിയിൽ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് കൊല്ലപ്പെട്ടിട്ടില്ല എങ്കിലും ജയിലിലാണ്, തടവുപുള്ളിയാണ്, യുദ്ധത്തടവുകാരനാണ്. ഒന്നാള് പറഞ്ഞു, സ്വത്തുക്കൾ തരണം, നിങ്ങളുടെ കിലാദത്തും അതേ സ്വർണവും ആഭരണങ്ങളും എല്ലാം നൽകണം. നൽകിയാലേ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട അബുൽ ആസിനെ, നിങ്ങളുടെ ഭർത്താവിനെ മോചിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ബീബി സൈനബ റളിയല്ലാഹു തആല അൻഹ വളരെയധികം പ്രയാസത്തോടുകൂടെയാണ്, ബുദ്ധിമുട്ടോടുകൂടെയാണ് അബുൽ ആസിനോടൊപ്പം ജീവിച്ചത്. അള്ളാഹുവിന്റെ റസൂല് എന്തെല്ലാം പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നു. ഫഅഖാമത് മഅഹു അലാ ഇസ്ലാമിഹാ വഹു അലാ ശിർകിഹി. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈനബ് റളിയല്ലാഹു തആല അൻഹയെ മുശ്രിക്കായ അബുൽ ആസിനോടൊപ്പം ജീവിപ്പിക്കുമ്പോൾ അബുൽ ആസിന്റെ പ്രിയപ്പെട്ട ഭാര്യ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ വേദന അനുഭവിക്കുമ്പോൾ മുത്തനബി വളരെയധികം പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ആ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചതിന് പകരമായിട്ട് ഒന്നും തന്നെ സൈനബ് റളിയല്ലാഹു തആല അൻഹായ്ക്ക് സന്തോഷം ലഭിച്ചിട്ടില്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സന്തോഷം ലഭിച്ചിട്ടില്ല. പക്ഷേ ഈ വേളയിൽ ഒന്നും തന്നെ ഹിദായത്തിന്റെ വെളിച്ചത്തിലേക്ക്, അള്ളാഹുവിന്റെ നൂറാകുന്ന ആ ഒരു പ്രകാശം ഒരിക്കലും അബുൽ ആസിലേക്ക് എത്തിപ്പിക്കപ്പെടാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതെങ്ങനെയാണ്? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഖുൽ ഇന്നൽ ഹുദാ ഹുദല്ലാഹ്, തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ ഹിദായത്ത് അള്ളാഹുവിൽ നിന്നുള്ളത് തന്നെയാണ്. അതിന്റെ അധികാരം പൂർണ്ണമായിട്ടും അവന് മാത്രമാണ്. ആ വെളിച്ചം ഒരിക്കലും ലഭിക്കുകയില്ല. ഖദീജ ബീവിയും വഫാത്തായി പ്രയാസങ്ങൾ അനുഭവിച്ചു, വല്ലാത്ത വേദന അനുഭവിച്ചു. ബഹുമാനപ്പെട്ട ബീബി സൈനബ റളിയല്ലാഹു തആല അൻഹ പ്രവാചകർ മദീനയിലേക്ക് ചെന്നതിന് ശേഷം അനുഭവിച്ച വേദനകൾ
2 വർഷം ഉമ്മയില്ലാത്ത ഘട്ടത്തില് പ്രവാചകർ ചെന്ന ഘട്ടത്തില് ഭർത്താവിനോടൊപ്പം കഴിയുമ്പോൾ ഒന്ന് അള്ളാഹുവിനെ ഏകനായ ഇലാഹിനെ ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇങ്ങനെ ഒരുപാട് രംഗങ്ങളൊക്കെ കടന്നു പോവുകയാണ്. എന്നിട്ടും മുസ്ലിമാവാത്ത മുശ്രിക്കായ അതേ ഭർത്താവിനെ മോചിപ്പിക്കുന്നതിന് വേണ്ടി തന്റെ എല്ലാ ആഭരണങ്ങളും ബദറിന്റെ പോർക്കളത്തിലേക്ക് പിടിക്കപ്പെട്ട തടവുപുള്ളിയായി പിടിക്കപ്പെട്ട തന്റെ ഭർത്താവിന്റെ മോചനത്തിന് വേണ്ടിയിട്ട് അയക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് അതേ സൈനബ് റളിയല്ലാഹു തആല അൻഹയുടെ സ്വത്തുക്കളെല്ലാം എത്തപ്പെടുകയാണ്. ഹബീബായ പ്രവാചകൻ ഓരോ സ്വത്തുക്കളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് 70ഓളം വരുന്ന യുദ്ധത്തടവുകാരെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ആരൊക്കെയാണ് മോചനദ്രവ്യം നൽകിയത്, ആ മോചനദ്രവ്യമെല്ലാം പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോൾ സൈനബ ബീവി റളിയല്ലാഹു തആല അൻഹ നൽകിയ ഒരു ആഭരണം നോക്കി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ വിശദീകരിക്കേണ്ട കാര്യമാണ്. എന്നാൽ സൈനബ ബീവി റളിയല്ലാഹു തആല അൻഹ ആ ആഭരണം എടുത്ത് തന്റെ കൊട്ടയിൽ കൊടുക്കുമ്പോൾ, തന്റെ ശരീരത്തിൽ നിന്ന് ആഭരണങ്ങൾ എടുത്തു കൊടുക്കുമ്പോൾ സൈനബ പൊട്ടിക്കരഞ്ഞിരുന്നു. കാരണം ആ ആഭരണം തനിക്ക് തന്റെ പ്രിയപ്പെട്ട മാതാവ് തന്നെ അമുസ്ലിമായ മുശ്രിക്കായ സൈനബ് റളിയല്ലാഹു തആല അൻഹയെ നിക്കാഹ് ചെയ്ത അബുല്ലാസിനെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറെ ദർശിച്ചിരുന്ന, ഏറെ കണ്ടിരുന്ന ഖദീജ ബീവിയുടെ മാറത്ത് ഒരുപാട് പ്രാവശ്യം കാണാനിടയായ ഒരു താലിമാലയുണ്ടായിരുന്നു. ആ താലിമാല എങ്ങ് സൈനബ് റളിയല്ലാഹു തആല അൻഹയ്ക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ആ താലിമാലയും ബഹുമാനപ്പെട്ട ബീബി സൈനബ റളിയല്ലാഹു തആല അൻഹ മക്കയിലേക്ക് തന്റെ ഭർത്താവിനെ മോചിപ്പിക്കുന്നതിന് വേണ്ടി കൊടുത്തയച്ചിരുന്നു. സൈനബ് റളിയല്ലാഹു തആല അൻഹ കൊടുത്തയച്ച ഈ മാല അല്ലാഹുവിന്റെ റസൂൽ കാണുകയാണ്. സുബ്ഹാനല്ലാഹ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സഹിക്കുന്നില്ല. ഫലമ്മാ റആഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റഖലഹാ റഖതൻ ശദീദ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടു ഈ മാല എടുത്ത് യുദ്ധത്തടവുകാരെ മോചിപ്പിക്കുന്നതിന് വേണ്ടി അവിടത്തെ മുന്നിൽ വെക്കപ്പെടുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീരൊലിക്കുകയാണ്. ആ ധാരധാരയായി കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന്റെ മുന്നിൽ ചോദിക്കുകയാണ്. സ്വഹാബത്ത് ഖദീജ ബീവി കൊടുത്തുവിട്ട ആഭരണം, പ്രിയപ്പെട്ട സൈനബ് റളിയല്ലാഹു തആല അൻഹയ്ക്ക് കൊടുത്ത ആഭരണം തന്റെ മകൾ അവിടുന്ന് ഭർത്താവിനെ മോചിപ്പിക്കുന്നതിന് വേണ്ടി കൊടുത്തു. ആ സമയത്ത് ബഹുമാനപ്പെട്ട സ്വഹാബത്തിനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ദയനീയമായി ചോദിക്കുന്നുണ്ട്. ഈ രംഗം പ്രിയപ്പെട്ടവരെ ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും അതുല്യമായ ചരിത്രമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ക്യാപ്റ്റനാണ്. പ്രവാചകന് തീരുമാനിക്കാം, നിശ്ചയിക്കാം, തന്റെ മരുമകനെ വെറുതെ വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമെടുക്കാം. പക്ഷേ ആ രീതിയിലുള്ള ഒരു തീരുമാനം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എടുത്തില്ല. തന്റെ സ്വഹാബത്തിനെ വിളിച്ചു ചോദിക്കുന്നു, ഇൻ റഅയ്തും അൻ തുത്ലിഖൂ ലഹാ അസീറഹാ വതറദ്ദു അലൈഹാ മാലഹാ ഫഫഅലൂ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾ എല്ലാവരും സമ്മതിക്കുകയാണെങ്കിൽ മാത്രം ഈ കൊണ്ടുവന്നിരിക്കുന്ന ഈ ആഭരണങ്ങളെല്ലാം ഒഴിവാക്കി ഇതെന്റെ മകൾ സൈനബ് ഏറെ വേദന അനുഭവിച്ചുകൊണ്ടാണ് യുദ്ധത്തടവുകാരനായ ഭർത്താവിനെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ കൊടുത്തുവിട്ടത്. പ്രിയപ്പെട്ട സ്വഹാബത്തെ, എന്റെ മകൾ ഈ കൊടുത്തുവിട്ട ആഭരണം ഇവിടെ എടുത്തു വെക്കുമ്പോൾ എന്റെ മനസ്സ് പിടയുകയാണ്. എന്റെ പ്രിയപ്പെട്ട ബീബി ഖദീജ റളിയല്ലാഹു തആല അൻഹ അവിടത്തെ ജീവിതത്തിൽ പല പ്രാവശ്യം അവിടത്തെ തോളത്തിട്ടിരിക്കുന്ന മാലയാണ് ഈ മാല. ഇതെനിക്ക് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സ്വഹാബത്തെ, നിങ്ങളോടൊരു അനുമതി ചോദിക്കുകയാണ്. നിങ്ങളൊരു അനുമതി തരികയാണെങ്കിൽ ഇൻ റഅയ്തും അൻ തുത്ലിഖൂ ലഹാ അസീറഹാ വതറദ്ദു അലൈഹാ മാലഹാ ഫഫഅലൂ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധത്തടവുകാരെ എല്ലാം മോചിപ്പിക്കുന്ന ഘട്ടത്തിൽ
കാലഘട്ടത്തിൽ സ്വന്തമായിട്ടൊരു തീരുമാനം മകൾക്ക് വേണ്ടി എടുത്തില്ല. സൈനബ് റളിയല്ലാഹു തആല അൻഹയെ സമാധാനിപ്പിക്കുന്നതിന് വേണ്ടി, തന്റെ മകളുടെ പ്രയാസങ്ങൾ മാറ്റുന്നതിന് വേണ്ടി ഒരിക്കലും അവിടെ സ്വഹാബത്തിനോട് ചോദിക്കാതെ ഒരു അനുമതിക്ക് വേണ്ടി കാത്തുനിന്നു. സ്വഹാബത്തിനോട് ചോദിക്കാതെ ഒരു തീരുമാനമെടുത്തില്ല. ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് അനുമതി ചോദിക്കുമ്പോൾ ഈ മാലയും ഈ ആഭരണവും ഈ പൈസയും ഈ വെള്ളി നാണയങ്ങളും എല്ലാം തിരിച്ചേൽപ്പിച്ചുകൊണ്ട് ഈ പ്രിയപ്പെട്ട സൈനബിന്റെ ഭർത്താവാകുന്ന മുശ്രിക്കായ അബുൽ ആസിനെ ഞാൻ ഇവിടെ നിന്ന് മോചിപ്പിക്കുന്നതിന് നിങ്ങൾ അനുമതി തരുമോ? യാ റസൂലല്ലാഹ്, അങ്ങ് അനുമതിക്കുകയാണെങ്കിൽ ഞങ്ങളാരെങ്കിലും അത് വേണ്ട എന്ന് പറയുമോ നബിയേ? അല്ല, ഞാൻ നിങ്ങളുടെ അനുമതിയില്ലാതെ എന്റെ മകളുടെ ഭർത്താവിനെ മദീനയിൽ നിന്ന് ഞാൻ ഈ പട്ടാളക്കാരിൽ നിന്ന് ഞാൻ മോചിപ്പിച്ച് തിരിച്ചയക്കുന്നത് ഒരു നല്ല കാര്യമല്ലല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പ്രിയപ്പെട്ട മരുമകനെ വിട്ടയക്കുവാൻ വേണ്ടി തീരുമാനിക്കുകയാ. പ്രിയപ്പെട്ടവരെ, ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് മരുമകനെ വിട്ടയക്കുവാൻ വേണ്ടി അനുയായികളോട് അനുമതി ചോദിക്കുമ്പോൾ സ്വഹാബത്ത് അനുമതി നൽകുകയാണ്. ദീർഘമായ ചരിത്രം. സ്വഹാബത്ത് അനുമതി നൽകിയപ്പോൾ അവിടുന്ന് സൈനബിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അതേ അബുല്ലാസിനോട് പറയുന്നു, പ്രിയപ്പെട്ട മരുമകനെ, നിങ്ങൾക്കിതാ മക്കയിലേക്ക് തിരിച്ചു പോകാം. വളരെയധികം സന്തോഷത്തോടുകൂടെ തിരിച്ചു പോകുന്ന ഘട്ടത്തില് അബുല്ലാസിനെ മോചിപ്പിക്കുവാൻ വേണ്ടി പ്രിയപ്പെട്ട മകൾ സൈനബ റളിയല്ലാഹു തആല അൻഹ നൽകിയ മുഴുവൻ ആഭരണങ്ങളും സ്വത്തുക്കളും അതാ തിരിച്ചേൽപ്പിക്കുകയാണ്. ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുടെ മാറത്ത് തൂങ്ങിയിരുന്ന ആ താലിമാലയും തിരിച്ചേൽപ്പിക്കുകയാണ്. എന്നിട്ട് ഒരു കാര്യം ചോദിക്കുന്നു, ഡിമാൻഡില്ല, ലാ ഇക്റാഹ ഫിദ്ദീൻ, നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കണമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുന്നില്ല. കാരണം അല്ലാഹുവിന്റെ പ്രകാശമാകുന്ന നൂറ്, അല്ലാഹു നൂറു സമാവാതി വൽ അർള് മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് അൽ മിസ്ബാഹു ഫീ സുജാജ അസ്സുജാജതു കഅന്നഹാ കൗകബുൻ ദുർരിയ്യുൻ യുഖദു മിൻ ശജറത്തിൻ മുബാറകത്തിൻ സൈതൂനത്തിൻ ലാ ശർഖിയ്യത്തിൻ വലാ ഗർബിയ്യ യകാദു സൈതുഹാ യുദീഉ വലൗ ലം തംസസു നാറു നൂറുൻ അലാ നൂർ. പ്രകാശത്തിന്റെ മേൽ പ്രകാശമായി കത്തിജ്വലിക്കുന്ന പ്രൗഢോജ്വല പ്രകാശം, അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൽ നിന്ന് തന്നെ ലഭിക്കേണ്ടിയിരിക്കുന്ന ഹിദായത്താണ്. നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് ആളെ കൊണ്ടുവരിക എന്നൊരു പദ്ധതി ഇസ്ലാമിലില്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ ജീവിത ശൈലിയിൽ നിന്നത് കാണിച്ചു കൊടുക്കുകയാണ്. ഇസ്ലാമിനെ ആക്ഷേപിക്കുന്നവർക്കും ഇസ്ലാമിന്റെ വിമർശകർക്കും ഈ ചരിത്രം വളരെ വ്യക്തമായിട്ട് ഇന്ന് കാണാൻ കഴിയുന്നതാണ്. തങ്കലിപികളാൽ എഴുതി ആലേപനം ചെയ്യപ്പെട്ട നിരവധി ഏടുകളിൽ ഇത് കാണാം. ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു അഭിപ്രായം പറയുകയാണ്. പ്രിയപ്പെട്ട മരുമകനോട്, നിങ്ങൾ നാട്ടിലെത്തിയാൽ എന്റെ മകൾ സൈനബിനെ മദീനയിലേക്ക് അയക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നോടൊപ്പം ജീവിക്കാൻ നിങ്ങൾ തിരിച്ചുവിടണം, അയക്കണമെന്ന് പറയുകയാണ്. സൈനബ് റളിയല്ലാഹു തആല അൻഹയെ നാട്ടിലെത്തിയ ഉടനെ തിരിച്ചു മദീനയിലേക്ക് അയക്കാൻ ഒരു പ്രതിജ്ഞ ചെയ്തുകൊണ്ട് അബുൽ ആസ് മക്കത്തെ വീട്ടിലേക്ക് ചെല്ലുന്നു. അബുൽ ആസ് മുസ്ലിമായില്ല, ഇസ്ലാം മതം സ്വീകരിച്ചില്ല. മക്കയിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മോചിതനാക്കുമ്പോൾ ആ മോചിതരാക്കുമ്പോൾ ലഭിച്ച മുഴുവൻ സ്വത്തുക്കളും എടുത്ത് മക്കയിലേക്ക് ചെല്ലുന്നു. മക്കയിൽ സൈനബ് റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലെത്തിയപ്പോൾ സൈനബിനോട് പറയുന്നു, പ്രിയപ്പെട്ട മോളെ, നിന്റെ പിതാവ് വളരെ നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയാണ്, എന്നെ ഉപദ്രവിച്ചില്ല. നിങ്ങൾ നൽകിയ മുഴുവൻ സ്വത്തുക്കളും തിരിച്ചു നൽകി എന്നെ ഇവിടത്തേക്ക് തിരിച്ചയച്ചിരിക്കുകയാണ്. അവിടത്തെ അനുയായികൾ പട്ടാളക്കാരിൽ ഒരാൾ പോലും എന്നെ പ്രയാസപ്പെടുത്തിയില്ല. ഞാൻ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, മദീനയിലേക്ക് നിന്നെ അയച്ചുകൊള്ളാം. അതുകൊണ്ട് നീയും ഉമാമയും തിരിച്ച് മദീനയിലേക്ക് പോകണമെന്ന് പറയുകയാണ്. വർഷങ്ങളോളം ഭർത്താവിനോടൊപ്പം ജീവിച്ചു.
ഭർത്താവിനാണെങ്കിൽ സ്നേഹനിധിയായ ഭാര്യയാണ്, സ്നേഹനിധിയായ ഭർത്താവാണ്. ഭാര്യ ഭർത്തൃ ബന്ധത്തില് ഒരിക്കലും അവർ തമ്മിൽ പ്രയാസപ്പെട്ടിട്ടില്ല. പ്രയാസം ഒന്ന് മാത്രമാണ്. മുസ്ലിമത്തായ പ്രിയപ്പെട്ട സൈനബ് റളിയല്ലാഹു തആല അൻഹയുടെ ഭർത്താവ് അതേ അബുൽ ആസ് മുശ്രിക്കാണ്. സൈനബ് റളിയല്ലാഹു തആല അൻഹ പ്രവാചകനെ കാണാതെ വർഷങ്ങളായി. പ്രവാചകരിലേക്ക് തിരിച്ചു പോകാൻ അവിടുന്ന് ഭർത്താവ് അനുമതി നൽകിയപ്പോൾ, അനുമതി നൽകിയെന്ന് മാത്രമല്ല, ഭർത്താവ് അവിടുന്ന് പറയുന്നു, എന്റെ അനുജൻ കിനാനയോടൊപ്പം നിങ്ങൾക്ക് ചെല്ലാം. സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു തആല അൻഹുവിനെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മക്കയുടെ ഒരു പ്രവിശ്യയില് ഈ പ്രിയപ്പെട്ട മകൾ സൈനബും കിനാനയോടൊപ്പം തിരിച്ചു വരുമ്പോൾ, അവരെ തിരിച്ച് യാത്രയയക്കുമ്പോൾ അവരെ സ്വീകരിക്കാൻ നിങ്ങൾ ചെല്ലണമെന്ന് പറഞ്ഞയച്ചിട്ടുമുണ്ട്. ബദ്ർ യുദ്ധം നടന്നിട്ട് 3-4 ദിവസം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ ചരിത്രമാണ് വേദനാജനകമായ ഒരു പ്രയാസമായ ഒരു ചരിത്രം നമ്മുടെ മുന്നിൽ കടന്നു പോകുന്നത്. സൈനബ ബീബി റളിയല്ലാഹു തആല അൻഹ കെട്ടിപ്പിടിച്ചുകൊണ്ട് അതാ പ്രിയപ്പെട്ട ഭർത്താവിനോട് സലാം പറഞ്ഞ് അവിടെ നിന്ന് യാത്ര പോവുകയാണ് മദീനയിലേക്ക്. സൈനബിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ അനുജൻ കിനാനയോടൊപ്പം തിരിച്ചു പോകുമ്പോൾ മക്കക്കാരായ ശത്രുക്കൾക്ക് ഈ വിവരം അറിയുന്നു. മുഹമ്മദിന്റെ മകൾ സൈനബ അതാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ചെല്ലുന്നു. മക്കയിലെ ബദ്റിന്റെ പോർക്കളത്തില് മക്കയിലെ നമ്മുടെ എല്ലാ നേതാക്കന്മാരെയും പരാജയപ്പെടുത്തി, പ്രയാസപ്പെടുത്തി, ബുദ്ധിമുട്ടാക്കി, ബന്ധസ്ഥരാക്കിയിരിക്കുന്ന മുഹമ്മദിന്റെ മകൾ നമ്മയെല്ലാം കണ്ണുവെട്ടിച്ചുകൊണ്ട് നമ്മുടെ കൺമുമ്പില് ഇങ്ങനെ രാജാരോഷത്തോടുകൂടെ തിരിച്ച് മദീനയിലേക്ക് ചെല്ലുകയോ, ഒരു കൂട്ടം ആളുകൾ അവിടെ ചർച്ച നടത്തുകയാണ്. ചർച്ച നടത്തി എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട ബീബി സൈനബ റളിയല്ലാഹു തആല അൻഹ ഒട്ടകത്തിന്റെ മുകളിൽ തന്റെ ഭർത്താവിന്റെ അനുജനോടൊപ്പം യാത്ര പോകുമ്പോൾ തടയുകയാണ്. തടയുന്ന സമയത്തിൽ ബഹുമാനപ്പെട്ട ബീബി സൈനബ റളിയല്ലാഹു തആല അൻഹ 4-5 മാസം ഗർഭം ധരിച്ചിരുന്ന ഗർഭിണിയായിരുന്നു. ഗർഭസ്ഥ ശിശു അവരുടെ വയറ്റിലുണ്ട്. ആ സമയത്താണ് ശത്രുക്കൾ പ്രിയപ്പെട്ടവരെ മക്കയുടെ ആ പ്രവേശയെത്തുന്നതിന് മുമ്പ് തന്നെ തടയുകയാണ്, ആക്രമിക്കുകയാണ്. ആ അക്രമത്തില് ബഹുമാനപ്പെട്ട സൈനബ് ബിബി റളിയല്ലാഹു തആല അൻഹ ഒട്ടകത്തിൽ നിന്ന് താഴേക്ക് വീഴുന്നു. ആ സമയത്ത് അവിടത്തെയുടെ സൈനബിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ അനുജൻ ഖിനാന അവിടുന്ന് വലിയ അമ്പെഴുത്തുകാരനാണ്, വലിയ വില്ലെഴുത്തുകാരനാണ്. അദ്ദേഹം ആ അമ്പ് പിടിച്ചുകൊണ്ട് പറയുന്നു, ആരടാ എന്റെ പ്രിയപ്പെട്ട ഇക്കാക്കയുടെ ഭാര്യയെ ആക്രമിക്കാൻ വരുന്നത്? ആ ആക്രമിക്കാൻ വരുന്നവരെ ഞാൻ വെറുതെ വിടുകയില്ല. ഒരു ചെറിയ യുദ്ധത്തിന്റെ പ്രതീതി തന്നെ നടക്കുകയാണ്. ആ യുദ്ധത്തിന്റെ പ്രതീതിയുടെ അവസ്ഥയിൽ നിലത്ത് പ്രയാസം അനുഭവിക്കുകയാണ് സൈനബ. ഈ വേളയിലാണ് മക്കയിലെ കഅബയുടെ അടുത്തുണ്ടായിരുന്ന അബൂ സുഫിയാൻ വിവരമറിയുന്നത്. അബൂ സുഫിയാൻ വിവരമറിഞ്ഞിട്ട്, അബൂ സുഫിയാൻ മുസ്ലിമല്ല, അബൂ സുഫിയാൻ മുശ്രിക്കുകളുടെ നേതാവ് ഇന്ന് അബൂ സുഫിയാനാണ്. അബൂജഹലിന്റെ മരണത്തിന് ശേഷം, അബൂജഹൽ വധിക്കപ്പെട്ടതിന് ശേഷം മക്കയിലെ അബൂ സുഫിയാനാണ് രാജാവായിട്ട് വാഴുന്നത്, അതല്ലെങ്കിൽ മുശ്രിക്കുകളുടെ തലപ്പത്തുള്ളത്. വിവരമറിഞ്ഞു ആ പോർക്കളത്തിലേക്ക് ഓടിച്ചെല്ലുകയാണ്. അബൂ സുഫിയാൻ വലിയൊരു യുദ്ധതന്ത്രജ്ഞനാണ്. അദ്ദേഹം അവിടെ ഒരുമിച്ച് കൂടിയ ആളുകളിൽ കൂടുതലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശത്രുക്കളെയാണ് അവിടെ കാണാൻ കഴിയുന്നത്. സൈനബ് റളിയല്ലാഹു തആല അൻഹ താഴെ വീണു പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അതെ, ശത്രുക്കളുടെ പ്രഹരമേറ്റ് വീണതാണ്. തന്റെ ഗർഭത്തിലുണ്ടായിരുന്ന ആ ശിശു ആ വേളയിലാണ് നഷ്ടപ്പെട്ടു പോയത് എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ആ ഖിനാനയോട് യാ അയ്യുഹർ റജുൽ, അദ്ദേഹത്തിന്റെ കൈ പിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അബൂ സുഫിയാൻ ആ വേളയിൽ പറയുകയാണ്, സൈനബ് റളിയല്ലാഹു തആല അൻഹയുടെ കൈ പിടിച്ച് എഴുന്നേറ്റ് പിടിപ്പിച്ചുകൊണ്ട്, ഇവരെ നിങ്ങൾ പിടിക്കുക, നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവുക. നിങ്ങൾക്കറിയുമല്ലോ നമ്മുടെ എല്ലാ നേതാക്കന്മാരെല്ലാം ബദ്റിന്റെ പോർക്കളത്തിൽ കൊല്ലപ്പെട്ടിട്ട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ട്, പീഡനങ്ങൾ അനുഭവിച്ച്, വേദന അനുഭവിച്ച ഈ ഘട്ടത്തില് ഞങ്ങളുടെ കൺമുന്നിൽ ഈ ശത്രുക്കളായി നമ്മെ മാറ്റി നിർത്തിയ ഈ മക്കയിലെ ഖുറൈശി തലവന്മാർക്ക് മുന്നിൽ വീണ്ടും മുഹമ്മദിന്റെ മകളെ മദീനയിലേക്ക് നിങ്ങൾ ഇങ്ങനെ തിരിച്ചു കൊണ്ടുപോകുന്നത് ഒരു ശരിയായ നടപടിക്രമമല്ല. അതുകൊണ്ട് നിങ്ങൾ വീട്ടിലേക്ക് പോകണം. ശത്രുക്കളെല്ലാം ഒന്ന് മനസ്സ് സമാധാനിപ്പിക്കുന്ന ഘട്ടത്തിൽ അബൂ സുഫിയാൻ വീണ്ടും ഒരു കാര്യം പറയുന്നു. നമ്മുടെ അബുൽ ആസിനെ, സൈനബയുടെ ഭർത്താവിനെ മോചനദ്രവ്യം വാങ്ങാതെ നാട്ടിലേക്ക് തിരിച്ചയക്കാൻ ഒരു നല്ല മാന്യമായ ഒരു ഇടപെടൽ മുഹമ്മദ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് 2-3 ദിവസം കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ സൈനബിനെ മദീനയിലേക്ക് തിരിച്ചയക്കാമെന്ന് പറയുന്നു. അവിടെ ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരെല്ലാം
ഒരൽപ്പം മാനസികമായ പ്രയാസത്തിലുണ്ടെങ്കിലും തണുത്തു. ശത്രുക്കളാണ്, ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. അവർ തണുപ്പും നയം സ്വീകരിച്ചതോടുകൂടെ അവിടെ അബൂ സുഫിയാനിന്റെ ഇടപെടൽ വളരെ ഉപകാരപ്രദമായി എന്ന് ചരിത്രകാരന്മാര് രേഖപ്പെടുത്തുന്നുണ്ട്. ഏതായാലും ഇരിക്കട്ടെ, സൈനബ് റളിയല്ലാഹു തആല അൻഹ വീട്ടിലേക്ക് ചെല്ലുന്നു. വീണ്ടും അബുൽ ആസിന്റെ വീട്ടിൽ 2-3 ദിവസം താമസിക്കുന്നു. പിന്നെ കിനാനയോടൊപ്പം മദീനയിലെ പ്രവിശ്യയിലേക്ക് അനുമതിയോടുകൂടെ ചെല്ലുകയാണ്. മക്കക്കാരുടെ അനുമതിയോടുകൂടെ തന്നെ ചെല്ലുകയാണ്. ആ വേളയിൽ സൈനബ് അനുഭവിച്ച വേദന, ഗർഭത്തിലുണ്ടായിരുന്ന കുഞ്ഞ് നഷ്ടപ്പെട്ടു. കയ്യില് പൊന്നാര മകൾ ഉമാമയുണ്ട്. അവരോടൊപ്പം മദീനയിലേക്ക് ചെല്ലുകയാണ്. ദീർഘമായ ചരിത്രമാണ്. മദീനയിലേക്ക് ചെന്നു. പിന്നെ 6 വർഷങ്ങളോളം പ്രിയപ്പെട്ട ഭർത്താവുമായിട്ടൊരു ബന്ധവുമില്ല, ഭർത്താവുമായിട്ട് ഒരു കണക്ഷനുമില്ല. അങ്ങനെ മദീനയിലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വലിയ കച്ചവടക്കാരനായ സമ്പന്നനായ വ്യക്തിയായിരുന്ന അബുൽ ആസ്, അതെ, മക്കക്കാരായ ആളുകൾക്കിടയിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ച് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ മോചനദ്രവ്യം പോലും നൽകാതെ, അവിടുന്ന് തിരിച്ച് മോചനദ്രവ്യം പോലും സ്വീകരിക്കാതെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മോചിപ്പിച്ചതിന്റെ സന്തോഷത്തിൽ മദീനയിലെത്തിയ പ്രിയപ്പെട്ട സൈനബ് റളിയല്ലാഹു അൻഹയെ മുത്തുനബി സ്വീകരിക്കുകയാണ്. ഹബീബായ പ്രവാചകർ സ്വീകരിക്കുകയാണ്. പ്രവാചകർ സൈനബിനെ കണ്ടപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടുന്ന് കെട്ടിപ്പിടിക്കുന്നു. ആ രംഗത്തിന് എല്ലാവരും സാക്ഷിയാവുകയാണ്. സ്വഹാബത്തൊക്കെ അവിടത്തെ കണ്ണുകളിൽ നിന്ന് ധാരധാരയായി കണ്ണുനീരൊഴുകുന്നു. എത്രയാണ് സൈനബ് അനുഭവിച്ചത്, എത്രയാണ് വേദന അനുഭവിച്ചത് സൈനബ, എത്ര പ്രയാസമാണ് സൈനബ് അനുഭവിച്ചത്. സൈനബ് റളിയല്ലാഹു തആല അൻഹ ജീവിതത്തിൽ അനുഭവിച്ചതുപോലെ ഒരു വേദന ഇങ്ങനെ ഒരു ഭാര്യ ഭർത്താക്കന്മാരായ യുദ്ധത്തിന്റെ ചരിത്രത്തിൽ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ ചരിത്രത്തിൽ മറ്റാർക്കും ഇങ്ങനെ ഒരു പ്രയാസം അനുഭവിക്കപ്പെടേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ സൈനബിന്റെ വേദന വല്ലാത്ത വേദനയാണ്. സുബ്ഹാനല്ലാഹ്, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം വളരെയധികം സന്തോഷത്തോടുകൂടെ മദീനയിൽ കഴിഞ്ഞു. 6 വർഷങ്ങൾ പിന്നിട്ടത് തിരിച്ചറിഞ്ഞിട്ടേയില്ല സൈനബ്. പക്ഷേ ഭർത്താവിനെ ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുണ്ട്. ഏതാനും മക്കം ഫതഹിന്റെ ദിവസങ്ങളോളം അടുക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചരിത്രത്തിൽ അതുല്യമായ തങ്കലിപികളാൽ ആലേപനം ചെയ്യപ്പെടേണ്ടിയിരിക്കുന്ന സൈനബ് റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം നമ്മുടെ ഹൃദയത്തിൽ മാറ്റമുണ്ടാക്കണം. വളരെയധികം പ്രയാസങ്ങൾ പിതാവും മകളും മകളുടെ ഭർത്താവും കുടുംബാംഗങ്ങളും അനുഭവിച്ചു. അത് ഇസ്ലാം പരിപൂർണമാക്കുന്നതിന് വേണ്ടി, നമുക്ക് വേണ്ടിയായിരുന്നു. ഒരു ദിവസം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പട്ടാളക്കാരൊക്കെ ശക്തരായി, ആയിരക്കണക്കിന് പട്ടാളക്കാരൊക്കെ മദീനയുടെ പ്രവിശ്യയിലുണ്ട്. ഷാമിലേക്ക് ഒരു കച്ചവട സംഘം മക്കയിൽ നിന്ന് പോവുകയാണ്. ആ മക്കയിൽ നിന്ന് കച്ചവട സംഘം പോകുന്നതില് മക്കയിലെ സമ്പന്നനായ വളരെയധികം സമ്പന്ന കുലീന കുടുംബത്തിൽപ്പെട്ട സമ്പന്നനായ കച്ചവടങ്ങൾക്കൊക്കെ എല്ലാവരും പൈസ കൊടുക്കുന്ന, എല്ലാവരും ഷെയർ കൊടുക്കുന്ന ആളായിരുന്നു അബുൽ ആസ് ഇബ്നു റബീഅ. അതെ, വീണ്ടും ഷാമിലേക്ക് ചെല്ലുകയാണ്. കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് മദീനയുടെ പ്രവിശ്യയിലൂടെ വലിയ ആൾക്കൂട്ടവും അദ്ദേഹത്തിന്റെ കച്ചവട സംഘവും കച്ചവടത്തിന്റെ മുതലുകളുമായി തിരിച്ചു വരുന്ന ഘട്ടത്തില് മദീനയിലെ പട്ടാളക്കാർ വർദ്ധിച്ചിട്ടുണ്ട്. ഒരുപാട് മേഖലയിൽ നിന്ന് അതിനുശേഷം ഒരുപാട് യുദ്ധങ്ങൾ നടന്നു. ഒരുപാട് പ്രയാസങ്ങൾ മുസ്ലിമീങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രവാചകാനുയായികൾ അതിനുശേഷം നടന്ന യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അങ്ങോട്ടൊന്നും നമുക്ക് കടക്കാൻ ഈ വേളയിൽ ആ ചരിത്രമൊന്നും നമുക്ക് പ്രതിപാദിക്കേണ്ടതില്ല. അതെ, മദീനയുടെ പ്രവിശ്യയിൽ പട്ടാളക്കാരാകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികൾ എല്ലാവരും തന്നെ ആരെങ്കിലും ചാവേറുകളായിട്ട് മദീനയിലേക്ക് വരുന്നുണ്ടോ? അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മദീനയുടെ പ്രവിശ്യയിൽ കവാടത്തിൽ നിൽക്കുകയാണ്. ആ കവാടത്തിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഒരു ദിവസം പാതിരാത്രിയുടെ വേളയില് അബുൽ ആസിനെയും അദ്ദേഹത്തിന്റെ സംഘത്തിനെയും കച്ചവട സംഘത്തെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതേ പട്ടാളക്കാർ വീണ്ടും പിടികൂടുകയാണ്. നേരത്തെ യുദ്ധത്തടവുകാരനായി പിടിക്കപ്പെട്ട അബുൽ ആസിന്റെ സംഘം രണ്ടാമത് അബുൽ ആസിന്റെ സംഘത്തെ മൊത്തവും പിടിക്കപ്പെടുകയാണ്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശത്രുരാജ്യത്തിൽ നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ അവിടെ വധിക്കപ്പെട്ടേക്കാം എന്ന് പേടിച്ച് ഭയന്ന് വിഹ്വലനായി സൈനബ് റളിയല്ലാഹു തആല അൻഹയുടെ പ്രിയപ്പെട്ട ഭർത്താവ് അബുൽ ആസ് നേരെ ഓടുന്നു. ഓടിയത് എവിടേക്കാണ്? പട്ടാള കമാൻഡർമാരെല്ലാവരും പട്ടാളക്കാരെല്ലാവരും
പിടിച്ചു കൊണ്ടുപോകുന്ന ആ പട്ടാള ക്യാപ്റ്റൻ ആരാണോ, ആ പട്ടാള കമാൻഡറിനെ, ക്യാപ്റ്റനെ തന്നെ, പട്ടാള തലവനെ തന്നെ അന്വേഷിച്ചുകൊണ്ട് അബുൽ ആസ് ഓടുകയാണ്. മക്കയിലേക്ക് ഓടി തിരിച്ചെത്തുകയില്ല. അബുൽ ആസ് ഓടി ഓടി മദീനയിലേക്ക് എത്തുകയാണ്. അതേ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെയെന്ന് അന്വേഷിക്കുന്നു, എവിടെയും കാണാൻ കഴിയില്ല. അവസാനം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടുംബത്തോടൊപ്പം താമസിക്കുന്ന അതേ മദീനയുടെ പരിസരത്തുള്ള വീടുകളിലേക്ക് ബഹുമാനപ്പെട്ട അബുൽ ആസ് സൈനബ് റളിയല്ലാഹു തആല അൻഹയുടെ പ്രിയപ്പെട്ട ഭർത്താവ് ചെല്ലുകയാണ്. എന്നിട്ട് സൈനബിന്റെ വീട് കണ്ടുപിടിക്കുകയാണ് പാതിരാത്രിയിൽ. ദീർഘമായ ചരിത്രം ഞാൻ വിശദീകരിക്കുന്നില്ല. നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുകയും പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കപ്പെടേണ്ടതുണ്ട്. ദീർഘനേരം വിശദീകരിക്കേണ്ട ചരിത്രമാണ് ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹു തആല അൻഹ. അതാ പാതിരാത്രിയിൽ ആരോ കതകിന് മുട്ടുന്നത് കാണുകയാണ്. പാതിരാത്രിയിൽ കതകിന് മുട്ടുന്നത് മറ്റാരുമല്ല, അവിടത്തെ ഭർത്താവായ അബുൽ ആസ് ആയിരുന്നു. അത്ഭുതകരമായ സംഭവമാണ്. 6 വർഷത്തോളമായി ഈ ശബ്ദം കേട്ടിട്ട് ഞാൻ അബുൽ ആസാൻ, നീ കതക് തുറക്കണമെന്ന് പറയുന്നു. സൈനബ് റളിയല്ലാഹു തആല അൻഹ വെളുപ്പാങ്കാലത്തിനോടടുത്ത ഫജ്റിനോടടുത്ത സമയമാണ്. കതക് തുറക്കുന്നു. അതെ, നിങ്ങളുടെ പട്ടാളക്കാർ, നിന്റെ പിതാവിന്റെ പട്ടാളക്കാർ എന്നെ അറസ്റ്റ് ചെയ്ത് എന്റെ കൂടെയുള്ള പലരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ സ്വത്തുക്കളൊക്കെയും പിടിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സൈനബ, എനിക്ക് കാവൽ നൽകണേ എന്ന് അപേക്ഷിക്കുകയാണ്. സൈനബ് റളിയല്ലാഹു തആല അൻഹ അബുൽ ആസിനെ വീടിന്റെ അകത്തളത്തേക്ക് കൊണ്ടുപോയി അവിടെ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഇരുത്തി ഒളിപ്പിക്കുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബ്ഹിയോടടുത്ത സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെ പള്ളിയിലേക്ക് ചെല്ലുകയാ. മദീനത്തെ പള്ളിയിലേക്ക് ചെന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1-ാം റക്അത്ത് കഴിഞ്ഞു. 2-ാമത്തെ റക്അത്തിലേക്ക് എണീറ്റപ്പോൾ ഒരു പെൺ ശബ്ദം കേൾക്കുകയാണ്, അയ്യുഹന്നാസ് ഇന്നി ഖദ് അജർതു അബുൽ ആസ്. അതേ, അബുൽ ആസ് ഇബ്നു റബീഅനെ ഞാനിതാ സംരക്ഷണം നൽകിയിരിക്കുകയാണ്. അന സൈനബ് ബിൻത് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ സൈനബാണ്. അതുകൊണ്ട് മദീനയിലുള്ള ആളുകൾ എല്ലാവരും അബുൽ ആസിന് സംരക്ഷണം നൽകണം എന്ന് സൈനബ് റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് വിളിച്ചു പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കക്കാർക്കിടയിലുണ്ടായിരുന്ന, മദീനക്കാർക്കിടയിലുണ്ടായിരുന്ന ഒരു യുദ്ധ സമ്പ്രദായമുണ്ട്. ആരെങ്കിലും ഒരാൾ അന്യനാട്ടിൽ നിന്ന് എത്തുന്ന ആൾ യുദ്ധത്തടവുകാരനാണെങ്കിലും അവന് ഏതെങ്കിലും രീതിയിൽ സംരക്ഷണം നൽകിയാൽ എല്ലാവരും അവർക്ക് സംരക്ഷണം നൽകിക്കൊള്ളണം. അത് രാഷ്ട്രത്തിന്റെ ഒരു നിയമമായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ അതേ സൈനബ് റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് നൽകിയ അനുവാദത്തോടുകൂടി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുവാദത്തോടുകൂടിയല്ല ഇങ്ങനെ ഒരു സമ്മതം നൽകിയത്. യുദ്ധത്തടവുകാരനായ ആളിനെ അവിടുന്ന് വീട്ടിൽ കടത്തി സൂക്ഷിക്കുന്നത് മാത്രമല്ല, തന്റെ ഭർത്താവുമാണ്. സൈനബ് റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരികയാ. എന്നിട്ട് പ്രവാചകർ പറഞ്ഞു, നിന്റെ ഭർത്താവായ അബുൽ ആസിനെ നീ സംരക്ഷിക്കണം. പക്ഷേ നിങ്ങൾക്ക് പഴയ കാലത്തിൽ ബന്ധപ്പെട്ടതുപോലെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള വൈവാഹിക ജീവിതത്തിലേക്ക് മുസ്ലിം മുശ്രിക്കിനെ നിക്കാഹ് കഴിക്കാം എന്നുള്ള ആ ഒരു അവസ്ഥ നിലവിലില്ല. അത് ദുർബലമായിരിക്കുകയാണ്. അന്ന് നിങ്ങൾ കല്യാണം കഴിക്കുന്ന വൈവാഹിക ജീവിതത്തിലുള്ള സന്ദർഭത്തിൽ, ഘട്ടത്തില്, ആ സമയത്ത് നിങ്ങൾ 2 തട്ടിലാണെങ്കിലും നിങ്ങൾക്ക് പരസ്പരം വൈവാഹിക ബന്ധത്തിൽ ഏർപ്പെടാമായിരുന്നു. അബുൽ ആസെ, സൈനബെ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ സമാധാനിപ്പിച്ച് പുറത്തേക്ക് പോകുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഹാജരാക്കപ്പെടുകയാണ്. സൈനബ് റളിയല്ലാഹു തആല അൻഹ നേരെ തന്റെ ഭർത്താവിനെ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി പറയുന്നു. പ്രവാചകന്റെ സന്നിധത്തിൽ അതാ വെളുപ്പാങ്കാലത്ത് എല്ലാ പട്ടാളക്കാരും ചെല്ലുന്നു. ഒരുപാട് വസ്തുക്കളുമായിട്ട് ചെല്ലുകയാണ്. അതിൽ അബുൽ ആസിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട, മക്കയിൽ നിന്ന് വന്ന, ഷാമിലെ വഴിയിലൂടെ കച്ചവടം നടത്തിക്കൊണ്ടുവന്ന സ്വത്തുക്കളെല്ലാം ഉണ്ട്. ദീർഘമായ ചരിത്രം. അബുൽ ആസിന്റെ ആ സ്വത്തുക്കളെയെല്ലാം അവിടുന്ന് വിരിച്ചു വെച്ചു കൊടുത്തപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഭയം നൽകിയ മകൾ, അഭയം നൽകിയ പ്രിയപ്പെട്ട മരുമകനെ കുറിച്ച് അവിടെയുള്ള സ്വഹാബത്തിന് വിശദീകരിച്ചു കൊടുക്കുകയാണ്.
ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അനുയായികളോട് ചോദിച്ചു, അബുൽ ആസിന് സൈനബ് അഭയം നൽകിയിരിക്കുകയാണ്. അയ്യുഹന്നാസ് ഹൽ സമീഅത മാ സമീഅതു, നിങ്ങൾ ഞാൻ കേട്ടിരിക്കുന്ന അഭയം നൽകിയിട്ടുണ്ട് എന്ന് സൈനബ് റളിയല്ലാഹു അൻഹ പറഞ്ഞ ആ വാചകം നിങ്ങൾ കേട്ടില്ലേ? ഞാൻ കേട്ടത് നിങ്ങൾ കേട്ടിട്ടില്ലേ? സ്വഹാബത്ത് പറയുന്നു, കേട്ടിട്ടുണ്ട് നബിയേ. അത് എന്റെ മരുമകൻ സൈനബയുടെ ഭർത്താവാണ്. അവർ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല. നിങ്ങളുടെ ഒരു അനുമതി വേണം. ഈ സ്വത്തുക്കള് വീണ്ടും അതേ അബുല്ലാസിന് കൊടുത്ത് അദ്ദേഹത്തെ മക്കയിലേക്ക് തിരിച്ചയക്കണമെന്ന് പറയുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉത്തരവനുസരിച്ച് സൈനബിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഇസ്ലാം മതം സ്വീകരിച്ചില്ല, ഇസ്ലാമിലേക്ക് വന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ മുസ്ലിമാകാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശവും നൽകിയില്ല. അവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വളരെയധികം നന്ദിയോടുകൂടെ അവിടുന്ന് സ്വഹാബത്തെല്ലാം പറയുന്നു, നബിയെ അങ്ങ് പറയുകയാണെങ്കിൽ, അങ്ങ് അനുവദിക്കുകയാണെങ്കിൽ ഞങ്ങളോട് ചോദിക്കേണ്ടതില്ല നബിയെ. ഈ സ്വത്തുക്കളെല്ലാം അദ്ദേഹത്തിന് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതേ ചരിത്രകാരന്മാർ പറയുന്നു, ഒരു മുട്ടുസൂചി പോലും ആ നൽകിയ അദ്ദേഹത്തിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകളുടെ കയ്യിലുണ്ടായിരുന്ന യുദ്ധമുതലുകളിൽ, അതല്ലെങ്കിൽ പിടിക്കപ്പെട്ട മുതലുകളിൽ ഒന്നുപോലും ബാക്കിയാവാതെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ മക്കയിലേക്ക് യാത്രയാക്കുകയാണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ സംഘം അബുല്ലാസും സംഘവും നേരെ മക്കയിലേക്ക് ചെല്ലുന്നു. മക്കയിലെത്തിയ അദ്ദേഹം ഇപ്രാവശ്യം മക്കയിലെത്തി അദ്ദേഹം നാട്ടുകാരെയൊക്കെ വിളിക്കുന്നു. അതെ, ഞാൻ വീണ്ടും മദീനയിൽ ചെന്നപ്പോൾ തടവുകാരനായിരുന്നു. തടവുള്ളിയായ എനിക്ക് മദീനയിലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഭയം നൽകിയിരുന്നു. അഭയം നൽകിയതിന് ശേഷം ഞാൻ ഇവിടെ തിരിച്ചെത്തി. സ്വത്തുക്കൾ മുഴുവനുമായിട്ട് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്നിതാ ഈ സ്വത്തുക്കളുമായിട്ടാണ് ഞാൻ തിരിച്ചെത്തിയതെങ്കിലും എല്ലാവരെയും വിളിച്ചുകൊണ്ട് കഅബാലയത്തിന്റെ അരികിലേക്ക് വിളിച്ചുകൊണ്ട് പറയുന്നു, ഈ പരിശുദ്ധമാകുന്ന കഅബയുടെ പരിസരത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് ദീനീ പ്രബോധനം നടത്തിയിട്ടുണ്ട്. അന്നൊന്നും എന്റെ ഹൃദയത്തിൽ ദീനിന് മാറ്റം വന്നിരുന്നില്ല. അതുകൊണ്ട് ഞാൻ മുസ്ലിമായിരുന്നില്ല. ഇന്നിതാ നിങ്ങൾക്കുള്ള സ്വത്തുക്കളൊക്കെയും ഞാൻ നിങ്ങൾക്ക് വീതിച്ചു നൽകുകയാണ്. എന്നിട്ട് ഞാൻ ഇസ്ലാം മതം വിശ്വസിക്കുകയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അന്നാണെങ്കിൽ പരിശുദ്ധമാകുന്ന മക്കയുടെ പരിസരത്ത് ഒരാൾ ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അത് എതിർക്കപ്പെടുന്ന ഘട്ടമല്ല, വിരോധിക്കുന്ന ഒരു ഘട്ടമല്ല. അബുല്ലാസ് ഇസ്ലാം മതം സ്വീകരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ എല്ലാ സ്വത്തുക്കളും മക്കക്കാർക്ക് ഏൽപ്പിച്ചുകൊണ്ട് അബുല്ലാസ് നേരെ ഇലാ ഹദ്റത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ മദീനയിലേക്ക് ചെല്ലുകയാ. പരിശുദ്ധ മദീനയിലേക്ക് ചെന്ന ബഹുമാനപ്പെട്ട അബുല്ലാസ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനത്തെ പള്ളിയിൽ കണ്ടുമുട്ടുന്നു. പ്രവാചകർ പറയുന്നു, അതേ അബുല്ലാസ് ഇപ്പൊ വന്നിരിക്കുന്നത് മുസ്ലിമായിട്ടാണ്, അദ്ദേഹത്തെ തടയരുത്. അകത്ത പള്ളിയുടെ അകത്തളത്തിലേക്ക് ചെല്ലുകയാണ്, ഇസ്ലാം മതം സ്വീകരിക്കുകയാ. ഹബീബായ പ്രവാചകന്റെ കരങ്ങൾ പിടിച്ചുകൊണ്ട് ദീർഘമായ ചരിത്ര മോമിനീങ്ങളെ ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹു തആല അൻഹ വളരെയധികം സന്തുഷ്ടയാണ്. പ്രവാചകന്റെ കരങ്ങൾ പിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അബുൽ ആസ് റളിയല്ലാഹു അൻഹും എത്രയാ വേദനകൾ, പ്രയാസങ്ങൾ സൈനബ് അനുഭവിച്ചത്. അതേ സുദീർഘമായ ചരിത്രമാണ്. ഹബീബായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ സൈനബാന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഹബീബായ പ്രവാചകരുടെ മരുമകനായി പരിശുദ്ധ മതം ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം വീണ്ടും അവരുടെ വൈവാഹിക ജീവിതത്തിലേക്ക് അതാ കടക്കുകയാണ്. അതേ ഒരു ഭാര്യ ഭർത്താക്കന്മാർ ദമ്പതികൾ ഇസ്ലാം മതം സ്വീകരിച്ചു കഴിഞ്ഞാൽ നിക്കാഹ് പുതുക്കപ്പെടേണ്ടതില്ല എന്നുള്ള പാഠം പ്രവാചകൻ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. അങ്ങനെ ദീർഘമായ ചരിത്രം രണ്ടുപേരും അവിടെ നിന്ന് കഴിയുകയാണ് സന്തോഷത്തോടുകൂടെ. സുബ്ഹാനല്ലാഹ്, 1.5 വർഷം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ആ സന്തോഷത്തിന് ദീർഘനാൾ ആ സന്തോഷം കഴിയാൻ സാധിച്ചില്ല. സൈനബ് റളിയല്ലാഹു തആല അൻഹ സന്തോഷത്തോടുകൂടെ ഭർത്താവിനോടൊപ്പം പിതാവിനോടൊപ്പം കഴിയുന്ന ഘട്ടത്തിലാണ് സൈനബ് റളിയല്ലാഹു തആല അൻഹക്ക് പെട്ടെന്നൊരു രോഗം പിടിപെടുകയാ. പെട്ടെന്ന് രോഗം പിടിപെട്ടുകൊണ്ട് സൈനബ് റളിയല്ലാഹു തആല അൻഹ തന്റെ ഭർത്താവിന്റെ മടിത്തട്ടിൽ തലവെച്ചുകൊണ്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യത്തിൽ ഈ ലോകത്തോട് വിട പറയുകയാ. സൈനബ് റളിയല്ലാഹു തആല അൻഹ അനുഭവിച്ച വേദന, യാതനകൾ പ്രസംഗത്തിലൂടെ ആലങ്കാരികമായിട്ട് നമുക്ക് എത്ര പറഞ്ഞു തീർത്താലും തീരുകയില്ല. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ, മൂത്ത മകൾ സൈനബ് അനുഭവിച്ച വേദന ഓരോ മുസ്ലിമും
തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട മുൻഗാമികളില് ഏറ്റവും കൂടുതൽ പ്രവാചകന്റെ മക്കളില് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ച ഒരേ ഒരു വനിത അത് സൈനബ് റളിയല്ലാഹു തആല അൻഹയാണ്. അല്ലാഹുവിന്റെ ഹബീബിനോടൊപ്പം പിന്നീട് ബഹുമാനപ്പെട്ട അബുൽ ആസ് റഹിമഹുല്ലാഹ് റളിയല്ലാഹു അൻഹു കഴിച്ചുകൂട്ടുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ സൈനബ് റളിയല്ലാഹു തആല അൻഹയുടെ വേർപാടിന് ശേഷം അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്ത് വരെ ബഹുമാനപ്പെട്ട അബുൽ ആസ് റളിയല്ലാഹു അൻഹു അവിടെ അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധത്തിലായിരുന്നു. പ്രവാചകർ ഈ ലോകത്തോട് വിട പറഞ്ഞതിന് ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് അബുൽ ആസിന് കൂടുതൽ കാലം ദുനിയാവിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. ഒരു 1.5 വർഷത്തിന് ശേഷം ബഹുമാനപ്പെട്ട അബുൽ ആസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയാവുകയാണ്. ഈ ചരിത്രം ഞാൻ ഇവിടെ സൂചിപ്പിച്ചത് നമ്മുടെ കുടുംബാംഗങ്ങളിലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, വേദനകൾ അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് തന്റെ പ്രിയപ്പെട്ട മകൾ അനുഭവിച്ച സൈനബ് റളിയല്ലാഹു തആല അൻഹ അനുഭവിച്ച ഈ വേദന എത്രത്തോളമാണ് ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി സഹായകമായത്. അവിടത്തെയുടെ ജീവിതത്തിൽ, അവിടത്തെയുടെ വേർപാടിൽ ഒരുപാട് പ്രയാസങ്ങളും വേദനകളും പ്രയാസങ്ങളുമൊക്കെ അനുഭവിച്ച് ഈ പരിശുദ്ധമായ മതം ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച് ദുനിയാവിനോട് ബഹുമാനപ്പെട്ട സൈനബ ബീവി റളിയല്ലാഹു തആല അൻഹ വിട പറയുമ്പോൾ അവിടത്തെയുടെ പ്രിയപ്പെട്ട പൊന്നുമകൾ ഉമാമ റളിയല്ലാഹു തആല അൻഹ ജീവിച്ചിരിപ്പുണ്ട്. പ്രവാചകന്റെ പ്രിയപ്പെട്ട മകൾ വേദനയോടെ ലോകത്തോടുകൂടി വിട പറയുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹയാത്ത് കാലഘട്ടത്തിൽ തന്നെ അവിടത്തെയുടെ പ്രിയപ്പെട്ട മകൾ സൈനബ് റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയാവുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം അബുൽ ആസും യാത്രയാവുകയാണ്. ആകയാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഒരു സംഭവം പ്രവാചകരുടെ ജീവിതത്തിൽ നടന്നത് ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി വളരെ ഉപകാരപ്രദവും യുദ്ധതന്ത്രജ്ഞന്മാർ വരെ ഒരുപാട് ഈ ചരിത്രത്തെ ഒരുപാട് തവണ അവരുടെ ഏടുകളിൽ വിശദീകരിച്ചിട്ടുള്ളതുമാണ്. ഈ ചരിത്രം നമ്മുടെ ഹൃദയത്തിൽ മാറ്റമുണ്ടാക്കുവാൻ അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാരാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ബഹുമാനപ്പെട്ട അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും തവസ്സുൽ ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിച്ച് അനുഗ്രഹിക്കുമാരാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم لك الحمد حمدا دائما ولك الشكر شكرا قائما وصلي وسلم على من اخترته لرشاد عبادك خصوصا على اولهم وجودا واخرهم ظهورا وعلى اله وصحبه اهل الغزوه الكبرى. اللهم انا نسالك بسيدنا وشفيعنا ونبينا محمد رسول الله صلى الله عليه وسلم وبساداتنا جبريل وميكائيل واسرافيل وعزرائيل عليهم السلام وبساداتنا ابي بكر وعمر وعثمان وعلي وطلحة والزبير وعبد الرحمن وسعيد وسعيد وأبي عبيدة رضي الله عنهم وبساداتنا أبي الأخنس والأرقم وأسعد وأنس وأنسة وعوس رضي الله عنهم وعياس وبحير وبحاث والبراء وبسبسة وبشر وبشير وبلال وتميم وثابت رضي الله عنهم وثابت وثعلبة وثقف وجابر وجبر وجبير والحارس رضي الله عنهم وحارسة وحاتم الهباب وحبيب وحرام وهريث والحسين وحمزة رضي الله عنه خالد وخارجة وخباب وخبيب وخداش وخراش رضي الله عنهم وخريم وخلاد وخليد وخليفة وخنيس وخوات وخولي وذكوان وذي الشمالين وراشد ورافع رضي الله عنهم وربيع وربيعة ورخيلة ورفاة رضي الله عنهم ورفاة وزياد رضي الله عنهم وزيد وسالم وصائب وصبرة وسراقة وسعيد رضي الله عنهم وسعيد رضي الله عنهم وسفيان وسلمة وسليم رضي الله عنهم
وسماك وسنان وسنان وسهل 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 رضي الله عنهم وسهل 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 رضي الله عنهم وسهيل وسهيل وسواد 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 وصهيبة وشجاع وشريك وشماس وصبيه وصفوان وسيفي وصهيب والضحاك والضحاك والأمرطة والطفيل 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 رضي الله عنهم وطليب وعاصم عاصم عاصم وعاقل وعامر وعامر رضي الله عنهم وعامر 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 رضي الله عنه وعامر 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 وعباد وعباد وعبادة وعبد الله 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 رضي الله عنه وعبد الله 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 رضي الله عنه وعبد الله 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 رضي الله عنه وعبد الله وعبد الله وعبد الله وعبد الرحمن وعبد ربه وعبد طابس وعيد وعبيد 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 وعبيدة وعتبان وعتبة 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 وعثمان واللجلان وعدي وعصمة وسيمة وعتبة وعقبة 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 وكاشة وعمار وعمارة وعمارة وعمر 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 رضي الله عنه وعمر 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 رضي الله عنهم وعمير 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 وعوف وعويم وعياض وغنام والفاكي وفروة وقطاة وقدامة وقطبة وقيس 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 رضي الله عنهم ولبدة ومالك 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 ورضي الله عنه مالك ومالك 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 رضي الله عنهم ومبشر والمجدر ومحرم ورز محمد ومدلاج ومرصد ومستعي ومسعود مسعود مسعود رضي الله عنهم ومسعود ومصعب ومعاذ 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 رضي الله عنه ومعاذ ومعاذ معبد 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 معتب 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 معقل ومر معن 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 وموفد وموفد والمقداد والليل والمنذر والمنذر وهجع ونذر والنعمان 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 ونعيمان نوفل وهان وهبيل وهلال ودقة وعقل ودية ودقة وهب 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 ويزيد 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 وأبي أيوب وبالعود وبحبة وبهنة وبحبيب وبيوزيفة وأبي حسن وبخارجة وبخلاد رضي الله عنه وبخزيمة بداود وبدجانة وبصبرة وبي سليط وبي سلمة وبي سنان وبي شيخ وبي أبي سرمة وبي ضياه وبي طلة وبي عقيل وبي قطاة وبي كبشة وبي لبابة وبي مخشي وبي مرصد وبي مسعود وبي مليل وبي العصمي وباليسر رضوان الله تعالى عنهم أجمعين الرحم الراحمين يا راج سيدا يا نادا ഞങ്ങൾ ഈ ചൊല്ലിയ എല്ലാ അഹ്ലു ബദരീങ്ങളുടെയും ഇനാമങ്ങൾ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയ സൈനബ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടത്തെയുടെ ചരിത്രം കാരണമായിട്ട് പാപങ്ങൾ പുറത്തു തരണേ അല്ലാ, പ്രയാസങ്ങൾ മാറ്റി തരണേ അല്ലാ, കടങ്ങൾ വീട്ടി തരണേ അല്ലാ, പ്രതിസന്ധികളിൽ നിന്ന് കരകയറ്റണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങൾ നീ എല്ലാം പൂർത്തിയാക്കി തരണേ തമ്പുരാനെ. എല്ലാ പ്രയാസങ്ങളും മാറ്റി തരണേ അല്ലാ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ വദ്ഖിൽൽ ജന്നത മഅൽ അബ്റാർ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.